സംസ്കാര സമ്പന്നമാണ് മലപ്പുറം ജില്ല. സംസ്കാരത്തിൻ്റെ ആദ്യാക്ഷരങ്ങൾ പറഞ്ഞു വന്നിട്ടുള്ള ഭൂമിയിലാണ് ഈ ക്യാമ്പ് നടക്കുന്നത് തന്നെ. ഭാഷാപിതാവിൻ്റെ ജന്മസ്ഥലം. ഭാഷാപിതാവ് ഈ ഹരിഗോവിന്ദൻ ഇവിടെ പ്രകടിപ്പിച്ചിട്ടുള്ള ആത്മവിശ്വാസം, നിഷേധത്തിൻ്റെ ശബ്ദം, എല്ലാറ്റിലുമുപരി മഹാനായൊരു കലാകാരൻ ആരുടെ മുന്നിലും തലകുനിക്കേണ്ടി വരുന്നില്ല, അല്ലെങ്കിൽ വരരുത് എന്നുള്ള അചഞ്ചലമായിട്ടുള്ള ധൈര്യം, ഇതൊക്കെ ആദ്യം ഈ കേരളത്തിലും തെക്കേ ഇന്ത്യയിലും പ്രകടിപ്പിച്ചിട്ടുള്ള മഹാമനീഷിയായിരുന്നു തുഞ്ചത്ത് രാമാനുജൻ. നാട്ടിൽ നിലനിന്നിരുന്ന അധികാര വ്യവസ്ഥയെയും ബ്രാഹ്മണ മേധാവിത്വത്തിനെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ നിഷേധത്തിൻ്റെ ശബ്ദം ഈ കേരളത്തിൽ അലയടിപ്പിച്ചത്. തുഞ്ചത്ത് എഴുത്തച്ഛനോട് മലയാള ഭാഷയുടെ ആദ്യാക്ഷരങ്ങൾക്ക് ഹരിശ്രീ കുറിക്കുന്ന സമയത്ത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു 4-5 കിലോമീറ്റർ പോയിട്ടില്ലെങ്കിൽ ഇപ്പോൾ നാളെ അവിടെ നിങ്ങൾക്ക് പോകാം. അവിടെ ഇരുന്നാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മാർക്സിസ്റ്റ് പണ്ഡിതനായ സഖാവ് കീഴടത്ത് ദാമോദരൻ മാർക്സിസത്തിൻ്റെ ഹരിശ്രീ കുറിച്ചത്. ഒരാൾ ഭാഷാപിതാവായെങ്കിൽ മറ്റൊരാൾ മാർക്സിസത്തിൻ്റെ ആചാര്യനായി. രണ്ടും ഈ മണ്ണിലാണ് സംഭവിച്ചത്. രണ്ടും നിഷേധികളായിരുന്നു. അഹങ്കാരമല്ല, ആത്മവിശ്വാസത്തിൽ നിന്ന് ഉതിർന്നു വീണിട്ടുള്ള ആശയ ദൃഢതയിൽ നിന്ന് വന്നിട്ടുള്ള നിഷേധം. ഒരാൾ ബ്രാഹ്മണ മേധാവിത്വത്തിനെയും ജാതി മേധാവിത്വത്തിനെയും വെല്ലുവിളിച്ചുവെങ്കിൽ മറ്റേയാൾ സ്വന്തം വീട്ടിലെ അമ്മാമൻ്റെ നാടുവാഴിത്ത സമ്പ്രദായത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് രാജ്യത്തിലെ സമൂഹത്തിലെ സാധാരണക്കാരന് വേണ്ടിയിട്ട് പടപുരതാൻ വേണ്ടിയിട്ട് 19-ാമത്തെ വയസ്സിൽ വീട് വിട്ടിറങ്ങിയിട്ട് ഏതാണ്ട് 21 വയസ്സാകുമ്പോൾ പൊന്നാനിയിൽ സമരം നടത്തി, പ്രസിദ്ധമായ ബീഡി തൊഴിലാളി സമരം. ആ ബീഡി തൊഴിലാളി സമരത്തിലാണ് ആയിരക്കണക്കിന് പൊന്നാനിയിലെ മുസ്ലിം സോദരീസോദരന്മാരും ഹൈന്ദവ സോദരീസോദരന്മാരും 21 വയസ്സായ സഖാവ് കീഴടത്ത് ദാമോദരനെ അറസ്റ്റ് ചെയ്തപ്പോൾ ലോകത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും ഒരു മുദ്രാവാക്യം മുഴങ്ങിയത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ. അല്ലാഹു അക്ബർ, ഇൻകുലാബ് സിന്ദാബാദ്, കെ ദാമോദരനെ വിട്ടയക്കുക. അത് മുഴങ്ങിയത് പഴയ പൊന്നാനി താലൂക്ക് ഈ തിരൂരടക്കം നിലനിന്ന പ്രദേശമാണ്. അതാണ് ഈ മണ്ണിൻ്റെ പാരമ്പര്യം. ആ പൈതൃകമാണ് ഹരിഗോവിന്ദന് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് പേരുടെ കഥകൾ ഈ മണ്ണിന് പറയാനുണ്ട്. ഭാഷാപിതാവ് കൊടുത്തിട്ടുള്ള ധൈര്യം, നിഷേധത്തിൻ്റെ ഏറ്റവും വലിയ അചഞ്ചലമായിട്ടുള്ള ആ ആത്മശക്തി ഇവിടുത്തെ കലാകാരന്മാർക്കുണ്ട്, സാഹിത്യകാരന്മാർക്കുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാർക്കുണ്ട്. നമ്മളൊക്കെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരും നിങ്ങളൊക്കെ വ്യത്യസ്ത മേഖലകളിൽ അഭിഭാഷക വൃത്തിയിലൊക്കെ ഏർപ്പെടുമ്പോഴും ഒക്കെ നിരീക്ഷിക്കുന്ന ഒരു കാര്യം, ഇന്നത്തെ സാമൂഹിക രാഷ്ട്രീയ സാഹിത്യ മണ്ഡലങ്ങളിൽ എത്ര വലിയ ഉന്നതന്മാരായാലും ഇല്ലാത്തത് ഈ ആത്മവിശ്വാസവും ആശയ ദൃഢതയുമാണ്. കീഴടത്ത് ദാമോദരൻ കെട്ടിപ്പടുത്തിട്ടുള്ള മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ ആ കാലഘട്ടത്തിൽ അഗ്രഗണ്യന്മാർ, അഗ്രശ്രേഷ്ഠന്മാർ നയിച്ചിട്ടുള്ള ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനമാണെങ്കിലും ശരി, മറ്റേത് മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങളായാലും ശരി, ഇന്ന് സധൈര്യം അഭിപ്രായം വിളിച്ചു പറയാൻ, തൻ്റെ ഇടത്തോടുകൂടി നിലപാടെടുക്കാൻ വളരെ വിരലിലെണ്ണാവുന്നവരേ ഉള്ളൂ. എഴുത്തച്ഛൻ്റെ മണ്ണിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇവിടെ ഹരിഗോവിന്ദൻ സൂചിപ്പിച്ചു, ഈ നിഷേധത്തിൻ്റെ പേരിലാണ് നാട് കടത്തപ്പെട്ടത്. അങ്ങനെ നാട് കടത്തപ്പെട്ടപ്പോൾ അദ്ദേഹം അത് പറഞ്ഞു, ഹരിനാമകീർത്തനത്തിൽ പറഞ്ഞു, ആദ്യമായിട്ടുള്ള ജാതീയതയ്ക്കെതിരായിട്ടുള്ള വെല്ലുവിളി. ഋതുമതിയായ സ്ത്രീക്കും പതിതനും ചണ്ടാലനും നാമകീർത്തനം ചൊല്ലാമെന്ന് ആ ഭാഷാപിതാവ് ഇവിടെ ഇരുന്നുകൊണ്ട് എഴുതി. അധ്യാത്മരാമായണം കളിപ്പാട്ടും മഹാഭാരതം കളിപ്പാട്ടൊക്കെ എഴുതിയതിന് ശേഷം ഹരിനാമകീർത്തനം എഴുതിയിട്ട് അന്ന് നിലനിരുന്ന കുടിയ ഉച്ചനീചത്വത്തിനും നാടുവാഴിത്തത്തിനുമെതിരെ പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത മണ്ണാണ്. ഇപ്പോഴോ
ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും, അത് ഈ ഗവൺമെൻറ്റിൻ്റെ മാത്രം കുഴപ്പമല്ല, കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷം വസ്തുനിഷ്ഠമായ ചരിത്രപരമായ പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ ഇന്ന് സാമൂഹിക സാമുദായിക ശക്തികളുടെ ആധിപത്യമാണ് സമഗ്ര മേഖലകളിലും. ആ സത്യം നിഷേധിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. സാംസ്കാരിക സമ്മേളനത്തിൽ തുറന്ന മനസ്സോടുകൂടി വർത്തമാനം പറയണം. അപ്പം അത് ഇത്തരത്തിലുള്ള, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ കാലഘട്ടത്തിനെ നമ്മൾ പരിശോധിക്കും. തിരൂരടക്കമുള്ള ഈ മണ്ണ്, മലപ്പുറം ജില്ലയുടെ വിവിധ പ്രദേശങ്ങൾ, അങ്ങ് കിഴക്ക് നീലഗിരി കുന്നുകളും ആ കുന്നുകളിലെ പ്രകൃതി രമണീയമായ ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിച്ച് ഒരാളിങ്ങനെ പടിഞ്ഞാട്ട് വരുമ്പോൾ പടിഞ്ഞാറ് അറബിക്കടലിൻ്റെ സമുദ്രതീരത്തിൽ ധാരാളം തെങ്ങിൻ തോപ്പുകളാൽ സമൃദ്ധമായ കടൽ തീരം, തൂതിപ്പുഴയും കടലുണ്ടിപ്പുഴയും ഭാരതപ്പുഴയും ഒക്കെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന മലപ്പുറം ജില്ല. ഭാരതപ്പുഴ ആനമനയിൽ നിന്ന് പുറപ്പെട്ട് പൊന്നാനിയിൽ അറബിക്കടലിലേക്ക് സംഗമിക്കുന്ന പ്രദേശത്താണ് ആ നിളാനീ നദീതീരം ഒരു സംസ്കാരത്തിനെ പടുത്തുയർത്തിയത്. ആ നിളാ സംസ്കാരമാണ് തുഞ്ചത്ത് രാമാനുജന് ജന്മം നൽകിയത്. ഇവിടുന്ന് പരിഗോവിന്ദൻ വരുന്ന അദ്ദേഹത്തിൻ്റെ തറവാട് നിൽക്കുന്നതിൻ്റെ കുറച്ചപ്പുറത്താണ്, കീഴാറ്റൂരാണ് മഹാകവി പൂന്താനം ജന്മമെടുത്ത് തത്വചിന്താപരമായിട്ടുള്ള കാവ്യങ്ങൾ എഴുതിയത് ഈ മലപ്പുറത്തിൻ്റെ മണ്ണിലാണ്. ജ്ഞാനപ്പാന വളരെ ലളിതമായി ജീവിതത്തിൻ്റെ ഫിലോസഫി ആ കാലഘട്ടത്തിൽ വളരെ ലളിതമായിട്ട് അദ്ദേഹം എഴുതി. മാളിക മുകളിലേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പുകയറ്റുന്നതും ഭവാൻ. വക്കീലായാലും ഡോക്ടറായാലും എഞ്ചിനീയറായാലും ഏത് അധികാരത്തിലിരിക്കുന്നവരായാലും അല്ലാത്തവരായാലും ജ്ഞാനപ്പാന എല്ലാ ദിവസവും കേൾക്കുന്നത് നല്ലതാണ്. അതൊരു ഭക്തിഗാനമല്ല, അതൊരു ഫിലോസഫിയാണ്. ആ ജ്ഞാനപ്പാനയിലുള്ള കാര്യങ്ങൾ ഒന്നും പഠിക്കാത്തത് കൊണ്ടാണ് അധികാര പദവികളിൽ കയറുമ്പോൾ ഓരോരുത്തരും അഹങ്കാരത്തിൻ്റെ രൂപികളായിട്ട് മാറുന്നത്. എഴുത്തച്ഛന് അഹങ്കാരം ഉണ്ടായിരുന്നില്ല, ആശയത്തിൻ്റെ അഹങ്കാരമുണ്ടായിരുന്നു. പൂന്താനത്തിനും വിനയാന്വിതനായിരുന്നു പൂന്താനം, ദരിദ്രനായിരുന്നു. ഇദ്ദേഹം പറഞ്ഞല്ലോ ഇദ്ദേഹത്തിൻ്റെ പിതാവിനെ കുറിച്ച്, ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലും സർവകലാപ്രതിഭയായിട്ടുള്ള, സർഗാത്മകതയുടെ പ്രതിരൂപമായിട്ടുള്ള സാക്ഷാൽ ഞെരളത്ത് രാമപൊതുവാൾ. പല വീടുകളിലും അദ്ദേഹം ചെന്ന് അവിടുത്തെ സുഹൃത്ത് അല്ലെങ്കിൽ സൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തമ പ്രതീകമായിട്ട് നിൽക്കുമ്പോഴും ഒരാളോട് പോലും തൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. നിരവധി തവണ ഞെരളത്ത് രാമപൊതുവാളിനെ കാണുവാനും അദ്ദേഹത്തിനോടൊപ്പം ഇരുന്ന് സംസാരിക്കുവാനും എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. എൻ്റെ പിതാവിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു ഞെരളത്ത് രാമപൊതുവാൾ. മാത്രമല്ല, ഈ നിളാതീരത്ത് വളർന്നു വന്ന കലാകാരന്മാർ മുഴുവൻ അന്ന് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ സുഹൃത്തുക്കളാണ്. തൃത്താല കേശവ പൊതുവാൾ, ചെണ്ടയിൽ ഏറ്റവും വലിയ സർഗപ്രവാഹം സൃഷ്ടിച്ച തായമ്പക ചക്രവർത്തി, അദ്ദേഹത്തിൻ്റെ അമ്മാമൻ കുഞ്ഞിരാമപൊതുവാൾ, അദ്ദേഹത്തിൻ്റെ മറ്റൊരമ്മാമൻ ആലിപ്പറമ്പിൽ ശിവരാമപൊതുവാൾ, ഇവരൊക്കെ ഈ മലപ്പുറത്തിൻ്റെ മണ്ണിൽ ജനിച്ചവരാണ്. ഇപ്പം മട്ടന്നൂർ ശങ്കരകുട്ടി ഇന്ന് തായമ്പകയുടെ ചക്രവർത്തിയായിട്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥന്മാരുടെ നിരയിൽ നിൽക്കുന്നവരെ ഈ പറഞ്ഞ ആൾക്കാർ മുഴുവൻ. അങ്ങനെ കലകളുടെ രംഗത്ത്, സാഹിത്യത്തിൻ്റെ രംഗത്ത്, സാംസ്കാരിക രംഗത്തൊക്കെ രാഷ്ട്രീയ രംഗത്തും തങ്ങളുടേതായിട്ടുള്ള സർഗാത്മകത പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിതം ജീവിച്ചവരാണ് ഈ പ്രതിഭകൾ മുഴുവൻ. സാമ്രാജ്യത്വത്തിനെതിരായ പോരാട്ടം, കാർഷിക മുന്നേറ്റം, മുതലാളിത്തത്തിനും നാടുവാഴിത്തത്തിനും എതിരായ പോരാട്ടം, 1500കളിൽ പോർച്ചുഗീസ് അധീശത്വം ഈ തീരപ്രദേശത്തിനെ കീഴടക്കിയപ്പോൾ 1500കളിലാണ് സൈനുദ്ദീൻ മഖ്ദൂം എന്ന് പറയുന്ന ഏറ്റവും പ്രമുഖനായ ഇസ്ലാമിക പണ്ഡിതൻ പൊന്നാനി പ്രദേശത്ത് വരുന്നത്. സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ അതിവിജ്ഞാനത്തിൻ്റെ ഭണ്ഡാകാരമായിരുന്നു. മാപ്പിള സാഹിത്യമല്ല അദ്ദേഹം പറഞ്ഞത്, ലോക ഫിലോസഫിയാണ്. ഖുർആനിനെ മനഃപ്പാഠമാക്കി ഇസ്ലാമിക കർമ്മശാസ്ത്രം ലോകത്തിന് പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് അവിടെ പൊന്നാനിയിൽ ദറസ് സ്ഥാപിക്കുന്നത് അദ്ദേഹം. ദറസ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. മലപ്പുറത്തിൻ്റെ സംസ്കാരം അവിടെ നിന്നാണ് തുടങ്ങുന്നത്.
ഇസ്ലാമിക ചിന്തകൾ മുഴുവൻ അദ്ദേഹം പഠിപ്പിച്ചു. ഒരുപാട് വിദ്യാർത്ഥികൾ വന്നു. 1520കളുടെ അവസാനത്തിൽ അദ്ദേഹം മരിക്കുകയാണ്. അദ്ദേഹം അന്ന് എഴുതിയ പുസ്തകമാണ് തഹ്രീദ്. പോരാടുക നാട്ടുകാരെ എന്ന അതിൻ്റെ അർത്ഥം, സാമ്രാജ്യത്വത്തിനെതിരായി. അല്ലാതെ അള്ളാഹു രക്ഷിക്കുന്നല്ല പറഞ്ഞത്. അദ്ദേഹം പോരാട്ടം നടത്തുക. ആ പോരാട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ വന്നു, പിന്നീട് പൗത്രൻ വന്നു. അങ്ങനെ സൈനുദ്ദീൻ രണ്ടാമൻ മഖ്ദൂം 1540കളിൽ ഏറ്റവും വലിയ പണ്ഡിതനായിട്ട് നിൽക്കുമ്പോഴാണ് ഇന്ന് മുസൽമാൻ്റെ ഏറ്റവും വലിയ പള്ളിയായ പൊന്നാനിയിലെ ജുമാഅത്ത് പള്ളി പണി കഴിക്കപ്പെടുന്നത്. ആ ജുമാഅത്ത് പള്ളി പണി കഴിപ്പിക്കാൻ ഏറ്റവും അധികം സഹായം കൊടുത്തത് സാമൂതിരി രാജാവാണ്. സൈനുദ്ദീൻ മഖ്ദൂം സാമൂതിരിയുടെ അടുത്ത സുഹൃത്താണ്. അന്ന് തുടങ്ങി മലപ്പുറത്തിൻ്റെ മതേതര പാരമ്പര്യം. ഇപ്പൊ BJP-ക്കാരും RSS-കാരും എല്ലാം മലപ്പുറം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനാണെന്ന് പറയുന്നുണ്ടല്ലോ. ചരിത്രം അറിയാത്തതുകൊണ്ട്, ചരിത്രം വസ്തുനിഷ്ഠമായിട്ട് പഠിക്കാത്തത് കൊണ്ട്, പിന്നെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് അതിനെ എതിർക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കടമ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവം പ്രകടിപ്പിക്കുന്ന വക്കീലന്മാരുടെയും എല്ലാവരുടെയും കടമ. ഇന്ന് നമ്മുടെ രാഷ്ട്രത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ ദുരന്തം ചരിത്രം പഠിക്കാൻ ആളില്ല എന്നുള്ളതാണ്. ആ ചരിത്രം പഠിക്കാത്തത് കൊണ്ടാണ് ചരിത്രത്തിൻ്റെ അപനിർമ്മിതി നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ. ആ ചരിത്രത്തിൻ്റെ അപനിർമ്മിതിയുടെ ഫലമായിട്ടാണ് സംഘപരിവാർ അധികാരത്തിലിരിക്കുന്നത്. അതുകൊണ്ട് തുഞ്ചത്ത് എഴുത്തച്ഛനായാലും സൈനുദ്ദീൻ മഖ്ദൂമായാലും രണ്ടാമൻ സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം സംഭാഷണം നടത്തിയിരുന്ന ആരുമായിട്ടാണോ? അറിയോ? മഹാനായ അക്ബർ ചക്രവർത്തിയുമായി, ബിജാപ്പൂർ സുൽത്താനുമായി, തുർക്കിയിലെ സുൽത്താനുമായി സൈനുദ്ദീൻ മഖ്ദൂം സംഭാഷണം നടത്തി, കത്തിടപാടുകൾ നടത്തി. ആ കാലഘട്ടത്തിലെ ആ കത്ത് ഏത് രീതിയിലാണോ അയക്കേണ്ടത്, താളിയോലകളിൽ, അങ്ങനെയൊക്കെ. അങ്ങനെ ലോകത്തിൻ്റെ വിജ്ഞാന കേന്ദ്രമാക്കി ആ പ്രദേശത്തെ മാറ്റി. സ്പെയിൻ, പോർച്ചുഗീസ്, അറേബ്യയുടെ മുഴുവൻ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ അവിടെ പഠിക്കാൻ തുടങ്ങി. ലോകത്തിൽ അന്നത്തെ ഏറ്റവും വലിയ സർവകലാശാലയായിരുന്നു അൽ അസ്ഹർ സർവകലാശാല, ഈജിപ്തിലെ. ആ അൽ അസ്ഹർ സർവകലാശാലയുടെ മാതൃക അനുസരിച്ചുകൊണ്ടുള്ള പഠന സമ്പ്രദായമാണ് ഇവിടെ ആവിഷ്കരിക്കപ്പെട്ടത്. അപ്പോൾ തുഞ്ചത്ത് എഴുത്തച്ഛൻ ഇവിടെ ജീവിച്ചിരിക്കുന്ന സമയത്താണ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ അവിടെ ഈ നവോത്ഥാന പാരമ്പര്യത്തിൻ്റെ കൊടുങ്കാറ്റാഞ്ഞ് വീശിപ്പിച്ചത്. എഴുത്തച്ഛനിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ പൈതൃകം, ഇതൊക്കെ എന്തൊരു കണക്ഷനാണെന്നറിയാം. ആ കണക്ഷൻ്റെ വലിയ പൈതൃകമുള്ള ഭൂമിയാണ് കേരളം മൊത്തത്തിലും, ഈ മലപ്പുറം ജില്ല പ്രത്യേകിച്ചും. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഈ മസ്രി എന്നുള്ള പുസ്തകവും പിന്നീട് സൈനുദ്ദീൻ രണ്ടാമൻ എഴുതിയിട്ടുള്ള വേറൊരു പുസ്തകമാണ് ഇദയത്തുൽ മുജഹിദ്ദീൻ എന്നുള്ള പുസ്തകം. അധിനിവേശത്തിനെതിരായ പോരാട്ടം. അവരൊക്കെ എഴുതിയ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം ഈ പോരാട്ടത്തെക്കുറിച്ച്, മനുഷ്യനായി ജീവിക്കാനാണ് അവർ പറഞ്ഞത് മുഴുവൻ. അങ്ങനെ വലിയൊരു പാരമ്പര്യം. ആ നിളാനദി സംസ്കാരം പടുത്തുയർത്തിയിട്ടുള്ള സാഹിത്യ സാംസ്കാരിക നായകന്മാർ. ഈ തിരൂരും പൊന്നാനിയും ഒക്കെ, പഴയ പൊന്നാനി താലൂക്ക് എന്ന് പറഞ്ഞാൽ ഗുരുവായൂരിനടുത്തുള്ള ഇപ്പോഴത്തെ വന്നേരി മുതൽ പരപ്പനങ്ങാടി വരെയും കിഴക്കോട്ട് കൂറ്റനാട് വരെയുള്ള പ്രദേശമാണ് ഈ പഴയ പൊന്നാനി താലൂക്ക്. അത്ര വലിയ താലൂക്കാണ്. ഇന്ന് ഏറ്റവും ചെറിയ താലൂക്കാണ് പൊന്നാനി താലൂക്ക്. ആ പൊന്നാനി താലൂക്കിലായിരുന്നു സാഹിത്യ സാംസ്കാരിക രംഗത്ത് അതികായകന്മാരായ എടശ്ശേരിയുടെ ജീവിതം, സാക്ഷാൽ PC കുട്ടികൃഷ്ണൻ്റെ ജീവിതം, കടവനാട് കുട്ടികൃഷ്ണൻ്റെ ജീവിതം. ഈ മണ്ണിലിരുന്നു കൊണ്ടാണ് സാക്ഷാൽ ഉറൂബ്, PC കുട്ടികൃഷ്ണൻ എന്ന് പറയുന്ന ഉറൂബ് മലയാളിയെ വിളിച്ചത് സുന്ദരന്മാരെ, സുന്ദരികളെ. തൻ്റെ ഏറ്റവും പ്രശസ്തമായ നോവൽ. പിന്നീട് ഉമ്മാച്ചു എഴുതി, മാനവികതയുടെ ഏറ്റവും വലിയ കഥ. എടശ്ശേരി കൂട്ടുകൃഷി എഴുതി. ഈ എടശ്ശേരി കൂട്ടുകൃഷി എഴുതുന്നതിൻ്റെ മുൻപെയാണ് കെ ദാമോദരൻ പട്ടവാക്കി എഴുതുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഭിമുഖ്യം പുലർത്തുന്ന കർഷക സംഘടനയുടെ പൊന്നാനി താലൂക്ക് സമ്മേളനത്തിൽ വെച്ച്, ഈ വന്നേരിയിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് പാട്ടവാക്കി എഴുതപ്പെടുന്നതും ആ നാടകം അവതരിപ്പിക്കപ്പെടുന്നതും. കെ ദാമോദരൻ എഴുതിയ നാടകം EMSൻ്റെ നിർദ്ദേശാനുസരണം നാടകത്തിലെ നായികയായിട്ട് വേഷമിട്ടത് സഖാവ് കെ ദാമോദരൻ തന്നെ. ആ നാടകം 100 കണക്കിന് സ്റ്റേജിൽ അവതരിപ്പിക്കപ്പെട്ടു. പിൽക്കാലഘട്ടത്തിൽ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം അവതരിപ്പിക്കപ്പെട്ടതുപോലെ അതിനേക്ക് ആ കാലഘട്ടത്തിൽ 1930കളുടെ അവസാനത്തിൽ
ഈ പാട്ടബാക്കിയാണ് കാർഷിക മുന്നേറ്റത്തിന് വഴിയൊരുക്കിയിട്ടുള്ള വലിയൊരു ആശയപ്രവാഹം സൃഷ്ടിച്ചിട്ടുള്ള നാടകം. ഈ മണ്ണിൽ നിന്നാണ് തുടങ്ങിയത്. അങ്ങനെ എന്തെല്ലാം കഥകൾ. ആ കിഴക്കോട്ട് പോയാൽ നവോത്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ തീജ്വാലയായിരുന്ന വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ ജന്മസ്ഥലം, ഈ ഹരിഗോവിന്ദൻ്റെ വീട്ടിൽ നിന്ന് കുറച്ചപ്പുറത്തേക്ക് 10-30 കിലോമീറ്റർ പോയാൽ മേഴത്തൂർ. അവിടെയാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ള സുപ്രസിദ്ധമായ നാടകം ആവിർഭവിക്കുന്നത്. വിധവകൾ വിവാഹം ചെയ്യാൻ പാടില്ല, അറയ്ക്കകത്തിരുന്നു കൊള്ളണം, ഉമ്മറത്തേക്ക് വരാൻ പാടില്ല. ആ കാലഘട്ടത്തിൽ വന്നാൽ അത് ഭ്രഷ്ടാണ്. സ്മാർത്ത വിചാരം എന്നുള്ള നോവൽ വായിച്ചിട്ടുണ്ടാവും നിങ്ങൾ. ഭ്രഷ്ട് കൽപ്പിക്കും, വിധവയ്ക്ക് ഒരാളെ കാണാൻ പാടില്ല. അങ്ങനെ നമ്പൂതിരി സദസ്സിലിരുന്നാണ് വീട്ടിൽ ചോദിക്കുന്നത്, എൻ്റെ സഹോദരിയായ വിധവയെ കല്യാണം കഴിക്കാൻ വല്ലവർക്കും ധൈര്യമുണ്ടോ എന്ന്. അപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ നീട്ടുനിന്ന് പറഞ്ഞത്, ഞാൻ കല്യാണം കഴിക്കാം. ആ ചെറുപ്പക്കാരൻ്റെ പേരാണ് എം.ആർ. ഭട്ടതിരിപ്പാട്. ഭരത് അവാർഡ് നേടിയിട്ടുള്ള സാക്ഷാൽ പ്രേംജിയുടെ അനിയൻ, പ്രേംജി M.B. ഭട്ടതിരിപ്പാട്, അനിയൻ M.R.B. ഭട്ടതിരിപ്പാട്. അവരാണ് ബീഡി തൊഴിലാളി സമരം നടക്കുമ്പോൾ തിരൂര് മുതൽ പൊന്നാനി വരെയുള്ള മുസ്ലിം സഹോദരന്മാരുടെ വീടുകൾ തിങ്ങിപ്പാർക്കുന്ന ഇടവഴിയിലൂടെ നടന്നുകൊണ്ട് പാട്ടുപാടിയത്. സാക്ഷാൽ നമ്പൂതിരി മാപ്പിളപ്പാട്ടുപാടി നടന്നു. അത് ഈ മണ്ണിൻ്റെ പാരമ്പര്യം. M.R.B.യും M.B.യും ഈ മണ്ണിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. വി.ടി. ഭട്ടതിരിപ്പാട് നവോത്ഥാനത്തിൻ്റെ ആശയം, മാനവികതയുടെ ആശയം. പഴയ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെയൊക്കെ അടുത്ത സുഹൃത്താണ് വി.ടി. എൻ്റെ പിതാവിൻ്റെ ഗുരുവായിരുന്നു വി.ടി. ഭട്ടതിരിപ്പാട്. ഗുരുശിഷ്യ ബന്ധമായിരുന്നു ആ കാലഘട്ടത്തിൽ ഇവരോടൊക്കെ ഉണ്ടായിരുന്നത്. EMS അല്ലെങ്കിൽ E.P. ഗോപാലൻ എന്നൊക്കെ പറഞ്ഞാൽ സമശീർഷന്മാരായിരുന്നു വി.ടിയുടെ. P.V. കുഞ്ഞുണ്ണി നായർ, അങ്ങനെയുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും ഈ നവോത്ഥാനത്തിൻ്റെ മുൻപന്തിയിൽ നിന്നവരാണ്. കുറച്ചങ്ങോട്ട് പോയാലോ കൊണ്ടോട്ടിയിൽ മാപ്പിളപ്പാട്ടിൻ്റെ അതികായനായിട്ടുള്ള ആചാര്യൻ മോയിൻകുട്ടി വൈദ്യർ. ഈ പറഞ്ഞ മാപ്പിളപ്പാട്ടൊക്കെ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. മനുഷ്യസ്നേഹം പടർത്തിയിട്ടുള്ള മാപ്പിളപ്പാട്ട്. മലയാള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രചാരം നൽകിയത് ഈ മാപ്പിളപ്പാട്ടുകളാണ്. നാടോടിപ്പാട്ടുകൾ, പഴയ പാട്ടുകളെക്കുറിച്ച് ഹരിഗോവിന്ദനോട് പറഞ്ഞില്ലേ? അതൊക്കെ വളരെ ലളിതമായി പറഞ്ഞുകൊണ്ട് മാനവികതയും സാഹോദര്യവും ഉയർത്തിപ്പിടിക്കുക എന്ന് അതിലൂടെ മോയിൻകുട്ടി വൈദ്യർ പറഞ്ഞു. ഇനി അതിനു മുൻപെയോ 1920-കളിൽ മലപ്പുറം വലിയ സമരത്തിന് സാക്ഷ്യം വഹിച്ചു. മലപ്പുറത്തിൻ്റെ മണ്ണ്, നിലം പങ്ങ് വഴിക്കടവ് മുതൽ പൊന്നാനി വരെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായ പോരാട്ടം, മലബാർ കലാപം, ശിപ്പായി ലഹള എന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം പരിഹാസപൂർവമല്ല, ശിപ്പായി ലഹളയല്ല, ഈ മുസ്ലിം മ്യൂട്ടണി എന്ന് പറഞ്ഞതിന് മലബാർ കലാപം എന്ന് വിളിക്കപ്പെട്ടിട്ടുള്ള കർഷക സമരം നടന്നു. ബരിയങ്കുന്നത്ത് അഹമ്മദ് ഹാജി, അലി മുസ്ലിയാർ, നാരായണ മേനോൻ, മാധവൻ നായർ, ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്, ഇവരൊക്കെ പോരാടിയത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായിട്ട് ഈ മണ്ണിലാണ്. ഈ തിരൂരെല്ലാം കൂടെയാണ് ട്രെയിനിലൂടെ നൂറുകണക്കിന് ആൾക്കാരെ കമ്പാർട്ട്മെന്റിൽ കയറ്റിയിട്ട് കമ്പാർട്ട്മെന്റ് അടച്ചുപൂട്ടി ശ്വാസം കിട്ടാത്ത രീതിയിൽ കോയമ്പത്തൂർക്ക് പറഞ്ഞയച്ചിട്ട് അവര് മരിച്ചു വീണത്. വാഗൺ ട്രാജഡി. ആ ടൗൺ ഹാൾ എപ്പോഴും ഉണ്ട് അതിൻ്റെ രൂപത്തിലുള്ളത്. അത് ഈ മണ്ണിലാണ് നടന്ന സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം. ഇപ്പോഴും സംഘപരിവാർ പറയുന്നു അത് വർഗീയ ലഹളയാണെന്ന്. എന്നാൽ നമ്മൾ ലോകത്തോട് പറയുന്നത് അത് കർഷക സമരമാണ്, സാമ്രാജ്യത്വത്തിനെതിരായ പോരാട്ടം. ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിനെയും ഒറ്റപ്പാലം മുതൽ പട്ടാമ്പി വരെ, ഈ വാര്യംകുന്നത്ത് അഹമ്മദ് ഹാജി, അലി മുസ്ലിയാർ, അവരോടൊപ്പം നിന്നിട്ടുള്ള പലരെയും ഭീകരമായ മർദ്ദനത്തിനിരയാക്കി. അപ്പുറത്ത് മമ്പുറന്നങ്ങൾ, മതേതരത്വത്തിൻ്റെ കാവൽമാലാക, യൂണിവേഴ്സിറ്റിക്ക് മുൻപേ. ഇതൊക്കെ വലിയ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾ നടന്ന സ്ഥലങ്ങൾ. അപ്പം മലപ്പുറം ഇന്ന് സംഘപരിവാർ ഇത് വർഗീയതയുടെ സ്ഥലമാണ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ചരിത്രത്തിനോട് ചെയ്യുന്ന നീതികേടാണത്. മലപ്പുറത്തിൻ്റെ പാരമ്പര്യം അതല്ല. ഇവിടുത്തെ മുസൽമാൻ, ഇവിടുത്തെ ഹിന്ദു ആയാലും ആരായാലും സാഹോദര്യത്തിൻ്റെ പ്രതീകങ്ങളാണ്. വെളിയങ്കോട് നേർച്ച, പെരുമ്പടപ്പ പുത്തൻപള്ളി നേർച്ച, BP അങ്ങാടി എന്ന് പറഞ്ഞതിൻ്റെ തൊട്ടടുത്തുള്ള മിനിഞ്ഞാന്നൊരു ആന ഒരാളെ കുത്തിക്കൊന്ന് കണ്ടില്ല, BP അങ്ങാടി നേർച്ച, താനൂര് നേർച്ച, കൊണ്ടോട്ടി നേർച്ച, മലപ്പുറം നേർച്ച, തിരുരങ്ങാടി നേർച്ച. ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അപ്പുറത്തോ ഇപ്പം നേരത്തെ ഹരിഗോവിന്ദൻ പാടി അവസാനിപ്പിച്ച തിരുമാന്താംകുന്നിൽ അമ്മയുടെ പൂരം,
അങ്ങാടിപ്പുറം തിരുമാന്താംകുന്നിലമ്മ, തൃപ്രങ്ങോട് ശിവക്ഷേത്രം, ആലത്തിയൂർ ഹനുമാൻ ക്ഷേത്രം, പൊന്നാനിയിലെ തൃക്കാവ് ദുർഗാഭഗവതി ക്ഷേത്രം, കോട്ടയ്ക്കലെ ധന്വന്തരി ക്ഷേത്രം, പേരുകെട്ട പൂരങ്ങളുടെ മാനവീകതയുടെ സംഗമസ്ഥാനങ്ങൾ, ഐതിഹ്യങ്ങളുടെ കലവറയാണ് ഇവിടെയെല്ലാം. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ സ്ഥാപകനായ സാക്ഷാൽ PS വാര്യരുടെ മലബാർ കലാപത്തിൻ്റെ സമയത്ത് ആ സ്ഥാപനം കലാപകാരികളുടെ നിന്ന് സംരക്ഷിച്ചത് മുസ്ലിം സഹോദരന്മാരാണ്. അവർ വന്ന് കാവല നിന്നു, വന്നവരെ മടക്കി പറഞ്ഞയച്ചു കലാപകാരികളെ. അതാണ് മലപ്പുറത്തിൻ്റെ പാരമ്പര്യം. ഒരാന എവിടെയോ ചത്തു എന്ന് പറഞ്ഞിട്ട് മനേകാഗാന്ധി കുഴപ്പമുണ്ടാക്കിയത് 4 കൊല്ലം മുമ്പ് ഓർമ്മയില്ലേ? മലപ്പുറത്തല്ല, അത് പാലക്കാട് ജില്ലയിലാണ്. മലപ്പുറത്തുകാർ മൃഗങ്ങളെ കൊല്ലുന്നവരാണ്, മലപ്പുറത്താൾ വർഗീയവാദികളാണെന്ന സംഘപരിവാർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. അസൂയയാണ്, അസഹിഷ്ണുതയാണ്, രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് വർഗീയ കലാപമുണ്ടാക്കുക. അതാണ് പച്ചക്കൊടി കാണിക്കാത്തത്. ഇതൊക്കെ ഒരു പൊളിറ്റിക്സാണ് ഇതിൻ്റെ പിന്നിൽ. മലപ്പുറം അതിൻ്റെ മണ്ണല്ല എന്ന് തെളിയിക്കുന്ന എത്രയോ ദൃഷ്ടാന്തങ്ങളുണ്ട്. തൻ്റെ വിശ്വപ്രസിദ്ധമായ കവിതയിൽ എടശ്ശേരി പറയുന്നുണ്ട്, എവിടെയെങ്കിലും ഒരാളുടെ പുറത്ത് ചവിട്ട് കിട്ടിയാൽ അത് എൻ്റെ പുറത്ത് കിട്ടുന്ന ചവിട്ടാണെന്ന് എനിക്ക് തോന്നുമെന്ന് മലയാളിയെ കൊണ്ട് അദ്ദേഹം പാടിപ്പിച്ചു. സാക്ഷാൽ P. കുഞ്ഞിരാമൻ നായർ ഈ പ്രദേശത്ത് കൂടെ സഞ്ചരിച്ചുകൊണ്ട് ഒരുപാട് കവിതകൾ എഴുതി. മഹാഭാരത പര്യടനം എഴുതിയിട്ടുള്ള കുട്ടീഷ്ണമാരാർ ഇതിൻ്റെ അടുത്താ ജനിച്ചതും ജീവിച്ചതുമല്ല. ഇനിയിപ്പോൾ നമ്മളോട് വിട്ടു പറഞ്ഞു പോയ സാക്ഷാൽ MT ഈ കൂടല്ലൂർ മുതൽ പൊന്നാനി തിരൂർ വരെയുള്ള നിളയുടെ തീരങ്ങളിൽ നിന്ന് എല്ലാ നോവലുകളും എഴുതിയത്, ഗോവിന്ദൻകുട്ടിയെ സൃഷ്ടിച്ചതും നിർമാല്യം സൃഷ്ടിച്ചതും നാലുകെട്ടുണ്ടാക്കിയതും എല്ലാം ഈ നിളയുടെ തീരങ്ങളെന്ന. മാസത്തിൽ 15 തവണ ക്വാർട്ടേഴ്സിൽ വന്നിരിക്കും MT. ഒരു 4 മാസം മുമ്പ് വരെ ഇവിടെയാണ് താമസിക്കുക. ഞങ്ങളൊക്കെ എത്ര തവണ കണ്ടിട്ടുണ്ട്. 2 കൊല്ലം മുമ്പ് കൊളാടിയുടെ പേരിലുള്ള അവാർഡ് MT വാസുദേവൻ നായർക്കാണ് കൊടുത്തത്. സസന്തോഷം അദ്ദേഹം സ്വീകരിക്കാൻ വേണ്ടി കോഴിക്കോട് നിന്ന് ഇവിടെ താമസിച്ചു. ഇങ്ങോട്ട് ഇവിടെ ഇരുന്നിട്ടാണ് അവാർഡ് ദാനം നടന്നത്. വലിയ മാനവികതയുടെ പ്രതീകം, സഹൃദയത്വത്തിൻ്റെ പ്രതീകം, വിജ്ഞാനത്തിൻ്റെ ഭണ്ഡാകാരങ്ങൾ. അതുകൊണ്ടാണ് MTക്ക് അങ്ങനത്തെ പ്രസ്താവനയൊക്കെ നടത്താൻ പറ്റുന്നത്. നോട്ട് നിരോധനത്തിൻ്റെ കാര്യത്തിലായാലും കേരളത്തിൻ്റെ ഭരണാധിപനെ കുറിച്ചായാലും ഒക്കെ പറഞ്ഞത് അതുകൊണ്ടാണ്. ആടെ ഈ ഹരിഗോവിന്ദൻ പഠിച്ചത് അവരിൽ നിന്നാണ്. ഇതൊക്കെ ഈ നിഷേധം, പറയുക അഭിപ്രായം ആരുടെ. കാരണം ഒന്നും നേടാൻ ഹരിഗോവിന്ദൻ എന്താ നേടിയിട്ടുള്ളത്, മണികണ്ഠൻ എന്താ നേടിയിട്ടുള്ളത്? അവാർഡ് വാങ്ങാൻ പോവാറില്ല ഇവരൊന്നും, വേണമെന്ന് ആരോടും പറയാറില്ല. രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല, സാഹിത്യ സാംസ്കാരിക രംഗത്തൊക്കെ അവാർഡ് കിട്ടാൻ ഒരുപാട് ശുപാർശ വേണമല്ലേ? പല മന്ത്രിമാരുടെയും ശുപാർശ വേണം ഒരു അവാർഡ് കിട്ടാൻ ഇപ്പോഴും. അങ്ങനത്തെയൊക്കെ കഥകൾ അഴീക്കോട് മാഷ് പ്രസംഗിക്കാറുണ്ട്. പലരും ഓരോരുത്തർ അവാർഡ് വാങ്ങാൻ കയറി നടന്ന സ്ഥലമൊക്കെ. അപ്പം നമ്മുടെ സംസ്കാരം അങ്ങനെ ജീർണിക്കുകയാണ് എത്രയോ കാലമായിട്ട്. അപ്പം നമ്മൾ മനുഷ്യനെന്ന രീതിയിൽ സാംസ്കാരിക ജീർണതയ്ക്കെതിരെ പോരാടുന്നുണ്ടോ ഇല്ലെന്നാണ് ചോദ്യം. നമ്മൾ മനുഷ്യനായിട്ട് നമ്മളെ തന്നെ കാണുന്നില്ല. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനൊക്കെ ആയിട്ട് നമ്മളെ കാണുന്നു. അതും കഴിഞ്ഞാൽ നായര് ഈഴവര് പട്ടര് സുന്നി ഷിയ മുജാഹിദ് കാത്തലിക്സ് പ്രൊട്ടസ്റ്റൻസ് ഒക്കെ ആയിട്ട് കാണുന്നത്. അങ്ങനെ സങ്കുചിതത്വത്തിൻ്റെ മാളങ്ങളിലേക്ക് കേരളം മടങ്ങിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അത് മടങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള മണ്ണാണ് ഈ പ്രദേശത്തിൻ്റെ മണ്ണ്. നെൽപ്പത്തൂർ നാരായണ ഭട്ടതിരി, ഇവിടെ നിന്നൊരു 10 കിലോമീറ്റർ പോയാൽ ചന്ദനക്കാവ് 10-15 കിലോമീറ്റർ പോയാൽ അവിടെ ഇരുന്നിട്ടാണ് നാരായണീയം എഴുതാനുള്ള ശ്രമം ആരംഭിക്കുന്നു. ഗുരുവായൂർ പോയിട്ട് പൂർത്തീകരിക്കുന്നു വാദം മാറാൻ വേണ്ടിയിട്ട്. നെൽപ്പത്തൂർ എഴുതിയത് സംസ്കൃതത്തിലാണ്. പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വരില്ല, പഠിച്ചാൽ തന്നെ മനസ്സിലാവുള്ളൂ. അത്ര ഗംഭീരമായിട്ടുള്ള ഗ്രന്ഥമാണ്. അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായ അവലീലോപനീയം തുടങ്ങുന്ന ഗ്രന്ഥം. അപ്പുറത്ത് നേരത്തെ സൂചിപ്പിച്ച പൂന്താനം അത് തന്നെ വേറൊരു ഭാഷയിൽ ലളിതമായിട്ടാണ് പറഞ്ഞു കൊടുത്തു. മാളിക മുകളിലേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നത് ഭവാൻ, കൂടെയല്ല ജനിക്കുന്ന നേരത്തും കൂടെയില്ല മരിക്കുന്ന നേരത്തും, തമ്മിൽ കാണുന്ന നേരത്ത് എന്തിനിങ്ങനെ മത്സരിക്കുന്നു. ഇവിടെ എല്ലാവരും മത്സരമാണ്, സമൂഹത്തിലും മത്സരമാണ്, പാർട്ടിക്കുള്ളിലും മത്സരമാണ്, പാർട്ടിക്ക് പുറത്തും മത്സരമാണ്, എല്ലായിടത്തും മത്സരമാണ്. സ്ഥാനമാന മോഹങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മത്സരം, നെട്ടോട്ടം. അതല്ല ഈ ദാർശനിക ചിന്തകന്മാർ പറഞ്ഞത്. മാർക്സും അത് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ കെ ദാമോദരനും അത് പറഞ്ഞിട്ടില്ല, NE ബാലറാമും അത് പറഞ്ഞിട്ടില്ല.
സാമൂഹിക സേവനമാണ് പറഞ്ഞത്, രാഷ്ട്രീയ പ്രതിജ്ഞാബദ്ധതയാണ് പറഞ്ഞത്. അവരൊക്കെ നിഷേധം അവരുടെ ഉള്ളിൽ, കൈതാമോദരൻ്റെയൊക്കെ ഒരു നിഷേധം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അത് വായിക്കുമ്പോൾ അത് രോമാഞ്ചകഞ്ചുകം അണിയുന്നു. എന്തുകൊണ്ട്? പ്രതിജ്ഞാബദ്ധത കൊണ്ട്. ഈ മണ്ണിൽ നിന്ന് ജനിച്ചു പോയിട്ട ആളാണ് ഇന്ത്യ മുഴുവൻ വളർന്നിട്ടുള്ള മാർക്സിസ്റ്റ് പണ്ഡിതനായ തുഞ്ചത്തെഴുത്തച്ഛനിൽ നിന്ന് കിട്ടിയ പ്രചോദനമാണ്. ഇന്ത്യ മുഴുവൻ ജനിച്ചു വളർന്ന, ഇന്ത്യയോളം വളർന്നിട്ടുള്ള മാർക്സിസ്റ്റ് പണ്ഡിതൻ. ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർന്ന സമയത്ത് സോവിയറ്റ് യൂണിയൻ മോസ്കോയിൽ ലോക സമ്മേളനം നടക്കും. വേദിയിലിരിക്കുന്നത് ക്രൂഷ്ചേവും ചൊമലായും. ഇന്ത്യൻ പാർട്ടിയെ പ്രതിനിധീകരിച്ച് സംസാരിച്ചത് കെ ദാമോദരൻ. ലോക ഡെലിഗേറ്റ്സിനെ സാക്ഷി നിർത്തി ലോക നേതാക്കന്മാരെ, കാസ്ട്രോ അടക്കമുള്ള വേദിയിലിരുന്നുകൊണ്ടാണ് ദാമോദരൻ സഖാവ് പറഞ്ഞത്, ഇവിടെ നിന്ന് ജനിച്ചു പോയ ആള് നിങ്ങൾ രണ്ടാളും തെറ്റാ, ചൗവല്ലായും തെറ്റാണ്, ക്രൂഷ്ചേവും തെറ്റാണ്. മുഖത്ത് നോക്കി പറയും. ഈ മണ്ണിൻ്റെ പ്രത്യേകതയാണ്. അതൊക്കെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉജ്ജ്വല മുഹൂർത്തങ്ങളാണ്. അതുകൊണ്ടാണ് കെ ദാമോദരൻ സോവിയറ്റ് യൂണിയൻ ബ്രഷ്നേവ് ഹംഗറിയെ ആക്രമിച്ചപ്പോൾ തെറ്റാണെന്ന് ലേഖനം എഴുതിയപ്പോഴാണ് പാർട്ടി ശിക്ഷയ്ക്ക് വിധേയമാക്കിയത്. അവിടെ നിന്ന് രാജീവിനെ അറിയാൻ ഡീപ്രമോട്ട് ചെയ്ത് തൃശ്ശൂരിലേക്ക് അയക്കുന്നത്. മാപ്പ് എഴുതി കൊടുത്താൽ ശിക്ഷ പിൻവലിക്കാമെന്ന് 2 സെക്രട്ടേറിയറ്റ് മെമ്പർമാർ പറഞ്ഞു. അതിന് ദാമോദരൻ 100 ജന്മം ജനിക്കണമെന്ന് മറുപടിയും പറഞ്ഞു. അതാണ് ആ കാലഘട്ടത്തിലെ കമ്മ്യൂണിസ്റ്റ്. അത് ഈ മണ്ണിൻ്റെ പ്രത്യേകത. ഇതങ്ങനെ എത്രയെത്രയോ മഹാരഥന്മാർ കേരളത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പം അതൊക്കെ വലിയൊരു സംസ്കാരം. ഇതൊക്കെ ഈ പ്രവൃത്തി എന്ന് പറയുന്നത് സംസ്കാരത്തിൽ നിന്ന് വരുന്നതാണ്. ആ പ്രവൃത്തിയെ നമ്മൾ ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ ചിന്തകളാണ്, നമ്മുടെ വാക്കുകളാണ്, നമ്മുടെ പ്രവൃത്തികളാണ്. അപ്പം ചിന്തയും വാക്കും പ്രവൃത്തിയും കൂടി സമന്വയിക്കുമ്പോഴാണ് സംസ്കാരത്തിൻ്റെ ഉദാത്തമായിട്ടുള്ള ഈ രംഗങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ തിരൂരിൻ്റെ മണ്ണ്, മലപ്പുറം ജില്ലയുടെ മണ്ണ് വലിയൊരു മഹാസംസ്കാരത്തിൻ്റെ മണ്ണാണ്. ആ സംസ്കാരത്തിൻ്റെ മഹിമയുടെ ഏറ്റവും ഇപ്പോഴത്തെ പൈതൃകങ്ങളാണ് ഹരിഗോവിന്ദനും ലീലാകൃഷ്ണനും കെ പി രാമനുണ്ണിയും പി സുരേന്ദ്രനും പി രാമചന്ദ്രനും, അങ്ങനെ പിന്നെ പറഞ്ഞ 100 കണക്കിന് കലാകാരന്മാരുമൊക്കെ ഇവരൊക്കെ തന്നെ വലിയ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് ഈ ഉജ്ജ്വലമായ സംസ്കാരത്തിൻ്റെ പൈതൃകം ഇപ്പോഴും അലങ്കരിക്കുന്നു. അപ്പം അത് വലിയൊരു കാര്യമാണ്. നമ്മുടെ ചിന്തകളാണ് നമ്മൾ എന്താണ് എന്ന് തീരുമാനിക്കുന്നത്. അതാണ് ബുദ്ധദേവന്റെ പ്രസിദ്ധമായ വചനം, മാൻ ഈസ് വാട്ട് ഹിസ് തോട്ട് ഈസ്. മനുഷ്യൻ ബേസിക്കലി ദിസ് ഈസ് തോട്ട്, നത്തിങ് എൽസ്. ആ ചിന്തകൾ കൊണ്ട് ചിന്തിപ്പിച്ചൊരു മണ്ണാണിത്. ആ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളിൽ, നാടുവാഴിത്തത്തിനെതിരെ, ഉച്ചനീചത്വത്തിനെതിരെയുള്ള പോരാട്ടം നടത്താൻ മലയാള മണ്ണിനെ പ്രേരിപ്പിച്ചിട്ടുള്ള ഈ തുഞ്ചൻ പറമ്പിൽ അഭിഭാഷകരുടെ ഈ ക്യാമ്പ് നടക്കുമ്പോൾ അത് മഹാ ആഹ്ലാദം നൽകുന്നൊരു കാര്യം. അപ്പം അതിൻ്റെ ഒരു പ്രചോദനവും അതിൻ്റെ ഒരു വലിയൊരു ഔത്സുക്യവുമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ഈ ക്യാമ്പ് കഴിഞ്ഞ് പോകുമ്പോൾ കൂടുതൽ പ്രചോദനത്തിൻ്റെ ശക്തികളായി, അണയാത്ത ശക്തിയുടെ സ്രോതസ്സായി മാറിക്കൊണ്ട് മലയാളത്തിനെയും ഈ സാംസ്കാരിക പൈതൃകത്തിനെയും മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു.